ഞാൻ ആദ്യം ദീദിയിലേക്ക് പോകുന്നു. ദീദി, അഭിനന്ദനങ്ങൾ. WCCയുടെ വരവ്, WCC എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്, എങ്ങനെ സ്ത്രീകൾക്ക് പറയാനൊരിടമുണ്ടായി എന്നൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല ഖണ്ഡികകളിലായി WCCയുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. നിലവിലിപ്പോൾ ഇതാ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. എന്താണ് അതിനകത്ത് നടക്കുന്നത് എന്ന് പുറം ലോകം അറിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് അടുത്ത നടപടി? അതിനെപ്പറ്റി അന്വേഷിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ഒരു കോൺക്ലേവ് കൂടാൻ പോകുന്നു എന്ന് പറഞ്ഞു. എനിക്കിപ്പോ തന്നെ ആ കോൺക്ലേവിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ ഇന്നറിയിൽ ആരാന്ന് എനിക്കിപ്പോഴേ അറിയാം. അവിടെ ആ മുൻനിരയില് കസേരകളിൽ ഇരിക്കാൻ പോകുന്നത് ആരാണെന്ന് എനിക്കറിയാം. ഈ ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന പോളിസിയിൽ ആരാണ് പ്രധാനപ്പെട്ട അഭിപ്രായം പറയാൻ പോകുന്നത് എന്നറിയാം. നിങ്ങളിപ്പോ കുറെ ആൾക്കാർ ക്യാമറ കൊണ്ട് മഞ്ജു വാര്യർക്ക് പിന്നാലെ പോയതുപോലെ ഇവിടെ ഒരുപാട് കമ്മിറ്റി സംഘടനകൾ ഉണ്ടല്ലോ, ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവരോടൊക്കെ ഇതേപോലെ ചോദിക്കണ്ട. അവരും മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ, അവരൊക്കെ ആൻസറബിൾ അല്ലേ? ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടതാണ്. പക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് ഈ കോൺക്ലേവ് തീരുമാനിക്കപ്പെടുന്നതും അതിനെപ്പറ്റി ഇതിന്റെ മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷനെ ബേസ് ചെയ്തുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ ഒരു വിധത്തിലും ഹനിക്കാത്ത രീതിയിലുള്ള ഒരു നിയമാവലി നമുക്കിനി അധികം താമസിയാതെ കാണാം. കോൺക്ലേവ് സ്മൃതി ആലോചിച്ചാൽ അറിയാം അത് ആരാണ്. പവർ ലോബിയെ വിളിച്ചുകൊണ്ടൊരു കോൺക്ലേവ് അല്ലേ? അത്രേ ഉള്ളൂ. പക്ഷേ ഇതിൽ സന്തോഷമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മള് വലിയൊരു അച്ചീവ്മെന്റ് എന്നൊന്നും പറയാൻ തന്നെ പാടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം നാട്ടിലെ നിയമം സിനിമയ്ക്കും ബാധകമാണ് എന്ന് മാത്രമേ WCC പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇതിന്റെ മെസ്സേജും അത്രേ ഉള്ളൂ. ഇവര് അബൌട്ട് ദി ലോ ഒന്നും അല്ല ആരും. ഇവരൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ തോന്നും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമാനിക്കാൻ, ഞങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് പുറത്തെ ആൾക്കാരോട് ചർച്ച ചെയ്യാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഇവർക്കൊക്കെ പൂർവികർ തീരെഴുതി കൊടുത്തതുപോലെയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. അതിൽ കഴിവുള്ളവരൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന സിനിമകൾ, അവരുടെ രീതിയിലുള്ള സിനിമകളൊക്കെ എടുത്തുകൊണ്ട് വരും. അതിൽ സ്ത്രീകൾ അവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ കൂടെ അതിൻ്റെ കൂടെ അനുഭവിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഡസ്ട്രിയിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും വർക്ക് ചെയ്യുന്നതിൽ ആണുങ്ങളോളം തന്നെയോ അല്ലെങ്കിൽ അതിൻ്റെ മേലെയോ ടാലന്റഡ് ആയതും പല നിലയ്ക്കും അവരെക്കാളും കഴിവുള്ളവരും ഒക്കെ ആയ സ്ത്രീകൾ വേറെ കുറച്ച് കോംപ്രമൈസസ് ചെയ്യേണ്ടതുണ്ട് എന്നും മറ്റൊരു തൊഴിലിടം പോലെ അല്ല സിനിമ എന്നുമൊക്കെ നമ്മൾ സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ നിയമങ്ങൾ സിനിമയ്ക്കകത്തും ബാധകമാണ്. ഇതിന്റെ അപ്പുറത്തൊന്നും ഇതിനകത്തില്ല. ഇനി പുതിയതായിട്ട് ഇനിയും എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ അതുപോലും ആവശ്യമില്ല. കാരണം എങ്ങനെയാണ് ഒരു വർക്ക് പ്ലേസിൽ പിന്നെ ഇവർ പറയുന്നുണ്ട് പരാതി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. IC എന്ന് പറയുന്നത് പരാതി വന്നാൽ പരിഹരിക്കേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ പറയുന്നത് പോഷ് ആക്ട് ഇംപ്ലിമെന്റ് വിച്ച് മീൻസ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെന്റ് പറയുന്നുണ്ടായിരുന്നു. അതിനെന്ത് മെഷറാണ് ഓരോ സിനിമയ്ക്കകത്തും നടക്കുന്നത്? പിന്നെ അവർ പറയുന്ന ആൾക്കാരെ ഞാൻ പല ചർച്ചകളിലും കേട്ടിട്ടുള്ളതാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന് തുല്യവേതനം പറ്റില്ല എന്നാരെങ്കിലും പറഞ്ഞോ? അത് വളരെ കൃത്യമായിട്ട് രണ്ടും ഒരേപോലെയുള്ള ആർട്ടിസ്റ്റുകൾ ഒരേപോലെ ജോലി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇവര് പറയുന്ന മാർക്കറ്റബിലിറ്റി അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരേപോലെ മറ്റ് പാരാമീറ്റേഴ്സ് ഒക്കെ ഒന്നാണെങ്കിൽ അപ്പോഴും സ്ത്രീ ആയതിന്റെ പേരിൽ അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടതില്ല. അതുപോട്ടെ, അതിലൊരു സുതാര്യതയില്ല. അവർക്ക് എത്ര പേയിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നും എന്താണ് എൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് എന്നും ഒന്നും അറിയേണ്ടതില്ല. അതിലൊരു ട്രാൻസ്പെറൻസിയും വേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മാറണ്ടേ? ഈ താരങ്ങളുടെ കാര്യത്തിൽ ഈ വേതന വിവേചനത്തിന്റെ കാര്യത്തിൽ ഈ കമ്മിറ്റിയിൽ തന്നെ വിരുദ്ധാഭിപ്രായം ഒരാൾക്കുണ്ടായി എന്ന വിവരമടക്കം പുറത്തു വരുന്നുണ്ട്. അതിനപ്പുറം ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ദിവസവേതനമാണല്ലോ, ആ ദിവസവേതനത്തിൽ തന്നെ ഇടനിലക്കാർ പ്രവർത്തിക്കുകയാണ്. എത്ര തുച്ഛമായ തുകയാണ് അവർക്ക് അവസാനം കയ്യിലേക്ക് എത്തുന്നത് എന്നടക്കമുള്ള വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ദീദി, കൃത്യമായിട്ട് റെമ്യൂണറേഷൻ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് തന്നെ മഹാപരാധമാണ്. അതുകൊണ്ടാണ് ഇതിന് മറ്റേത് ഇൻഡസ്ട്രിയും പോലെ
അവർക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് അതിൽ ഓക്കെ ആണെങ്കിലാണല്ലോ ഒരാൾ അതിൽ ഒപ്പിടുകയും ആ ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ, അത് സ്പെഷ്യലി സ്ത്രീകളുടെ കാര്യത്തിൽ ഇതൊന്നും അല്ലാത്ത കുറെ വസ്തുതകൾ കൂടെയുണ്ട്. പിന്നെ ഇതിലെ ടേംസ് ഓഫ് റെഫറൻസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നേ ഇല്ല സ്മൃതി, അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എല്ലാം ഒരു സെക്ഷൽ ഹാരസ്മെന്റിലേക്ക്, ഈ 6 പോയിന്റേഴ്സിൽ ഒന്നാണ് സെക്യൂരിറ്റി ഓഫ് വിമൻ ഇൻ ദ വർക്ക് പ്ലേസ്. അത് വളരെ പ്രധാനമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയാതെ പോകുന്നത് എന്താണ് ഈ സിനിമയുടെ കണ്ടന്റ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ സിനിമയുടെ എൻവയൺമെന്റിൽ ഒരു വർക്ക് പ്ലേസിൽ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് ഇതിവൃത്തമായിട്ട് നമ്മൾ കാണുന്നത്. ഇതിന്റെ തീമില് സ്ത്രീകളെ ഇതുപോലെ അധിക്ഷേപിക്കുന്ന, ഏറ്റവും അവസാനം ഇറങ്ങിയ ഒരു സിനിമയിൽ പോലും ഈ പൊതു പ്രവർത്തകയായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞ് അത് പ്രത്യേക കളർ കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കാൻ എങ്ങനെയാ ധൈര്യം വരുന്നത്? സെൻസറിങ്ങിന് ഞാൻ പേഴ്സണലി എതിരാണ്, പക്ഷെ ഇവരെല്ലാം സെൻസർ ചെയ്യാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും സ്ത്രീവിരുദ്ധം എന്ന് പോലും പറയാൻ പറ്റില്ല, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എൻഡോസ് ചെയ്യപ്പെട്ടു പോകുന്നത്? എങ്ങനെയാണ് അത് ഓക്കെ ആവുന്നത്? അത്തരം സിനിമകൾ എങ്ങനെയാണ് ഇറക്കാൻ നമ്മൾ സമ്മതിക്കുന്നത്? നമ്മൾ വളരെ ചെറിയ കാര്യത്തിലൊക്കെ വളരെ സെൻസിറ്റീവ് ആണ്. ജാതിയുടെ പേരിൽ ആ ഒരു കമ്മ്യൂണിറ്റീനെ നമ്മൾ പരാമർശിക്കാൻ പാടില്ല. പക്ഷെ ഹ്യൂമാനിറ്റീന്റെ പാതിയാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അവരെ ഏതു വിധവും ഇൻസൾട്ട് ചെയ്യാമെന്നാണ്. അത് എന്ന് മാത്രമല്ല, അവരെന്തെങ്കിലും അവരെ പരാതി എവിടെ എന്ന് ചോദിക്കും. വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വനിതാ കമ്മീഷൻ അധ്യക്ഷൻ നമ്മുടെ ചർച്ചയിൽ തുടക്കത്തിലുണ്ടായിരുന്നു. വനിതാ കമ്മീഷൻ പറയുന്നത് ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു തൊഴിലിടം പോലെയാണല്ലോ. അപ്പോൾ തൊഴിലിടത്തിലെ ലൈംഗികാതിക്രമത്തിന് ഏത് രൂപത്തിലാണ് കേസെടുക്കേണ്ടത് എന്നുള്ള നമ്മുടെ മുന്നിൽ ഒരു നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനം ബാധകമാകാത്ത ഒരു മേഖലയായി സിനിമാ മേഖല നിൽക്കുമ്പോൾ അങ്ങനെയെങ്കിൽ പോലീസിൽ പരാതിപ്പെടട്ടെ. ഈ ഖേമ കമ്മിറ്റിക്ക് മുമ്പാകെ പേടിച്ച് മൊഴി നൽകിയവർ ഇനി പോലീസിലേക്ക് വരട്ടെ എന്നാണ്. അപ്പോൾ എല്ലാ സഹായം ചെയ്യാമെന്നാണ് വനിതാ കമ്മീഷൻ പറയുന്നത്. ഇത് ഇവർ എന്തിനാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചതിൻ്റെ സാങ്കത്യം പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം വരികയാണ്. അത് ഇതിന്റെ പരിഹാരമൊന്നും അല്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പല സ്ത്രീകളെയും കൊണ്ട് പോയിട്ടുണ്ട്. 6% താഴെയാണ് അവിടെ വനിതാ പോലീസ് ഉള്ളത്. ആരെ അറ്റൻഡ് ചെയ്യും? ഈ സ്ത്രീകളുടെ, സിനിമയിലുള്ള സ്ത്രീകൾ മുഴുവൻ ഇവിടുത്തെ പരാതിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ എത്ര ശതമാനം ഉണ്ട്? സ്ത്രീകൾ അവിടെ അറ്റൻഡ് ചെയ്യാൻ മാത്രമുള്ള നമ്പർ പോലും ഇല്ലല്ലോ വനിതാ പോലീസ്. 6 എന്നുള്ളത് ഇപ്പൊ കുറച്ച് ഭേദഗതി വരുത്തിയ 9 മറ്റോ ആക്കിയിട്ടുണ്ട്. അത്ര ശതമാനം സ്ത്രീകൾ മതിയോ പോലീസിൽ? അവിടേക്കാണോ പരാതിയുമായിട്ട് ഈ സ്ത്രീകളൊക്കെ പോകേണ്ടത്? പിന്നെ ഇപ്പൊ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒട്ടും വുമൺ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചെയർ ചെയ്യുന്ന തന്നെ ഒരു ആണാണ്. അതിന്റെ പാതി സ്ത്രീകളില്ല, വളരെ ചെറിയ പെർസെന്റേജ് ആണ് സ്ത്രീകൾ. ഇത്തരം നെയിംസേക്ക് പോലും പല സ്ഥലത്തും ഇല്ല. IC എന്നുള്ളത് വേട്ടക്കാർക്ക് വിവരം കൊടുക്കാനുള്ള ഒരു സംവിധാനമായി പലയിടത്തും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്ന ഒരു പ്രധാന പരാതി.